ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകുന്നു. ജമ്മു കാശ്മീരിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ സൈനികന് വീരമൃത്യു. കുൽഗാമിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ്. വിവരങ്ങൾ നൽകാൻ കാളിദാസ് ചേരുന്നുണ്ട്. കാളിദാസ്, ഇപ്പോഴും സുരക്ഷാ സേനയും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണോ? ഒരു സൈനികന് വീരമൃത്യു സംഭവിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ശ്രുതി, ഇപ്പോഴും ഭീകരരും അധികൃതരും സേനയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടിയായിരുന്നു ഈ ഒരു ഏറ്റുമുട്ടൽ, ഭീകരരുമായുള്ള ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. കുൽഗാമിലെ ഒരു വീട്ടിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നു എന്ന വിവരത്തെ തുടർന്ന് CRPF-ഉം ജമ്മു പോലീസും കരസേന വിഭാഗം കൂടി ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയ്ക്കിടെയാണ് ഭീകരർ കരസേന വിഭാഗ അതേപോലെ CRPF-നും നേരെ വെടിയുതിർത്തത്. ഈ ഒരു വെടിവെപ്പിനിടെ ഒരു ജവാന് വെടിയേൽക്കുകയായിരുന്നു. തുടർന്ന് ഈ ജവാനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് ജവാൻ മരണപ്പെട്ടത്. ഇപ്പോൾ 3 ഭീകരർ ഇവിടെ ഒളിച്ചു നിൽക്കുന്നു എന്നാണ് പരിശോധനയ്ക്കിടെ ലഭിച്ച വിവരം. ഈ ഒരു വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന നടന്നിരുന്നത്. രൂക്ഷമായ ഏറ്റുമുട്ടൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ പ്രദേശവാസികളായ നാട്ടുകാർക്ക് പുറത്തിറങ്ങരുതെന്നുള്ള ജാഗ്രതാ നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അമർനാഥ് തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പ്രധാനമായിട്ടുള്ള പെഹൽഗാമിൽ നിന്ന് 40 കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ ഒരു ഏറ്റുമുട്ടൽ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു സുരക്ഷാ പ്രശ്നങ്ങളും ഇവിടെ അധികൃതർ നേരിടുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ സംയുക്തമായി ജമ്മു പോലീസും CRPF-ഉം കരസേന വിഭാഗവും സംയുക്തമായി നടത്തുന്ന ഒരു ഏറ്റുമുട്ടലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രുതി, വ്യക്തമാണ്. ഉച്ചയ്ക്ക് ശേഷം തുടർന്ന ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. 3 ഭീകരർ സ്ഥലത്ത് ഒളിച്ചിരിപ്പുണ്ടെന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആക്രമണം നടന്നത്. ഇതിൽ സൈനികന് വീരമൃത്യു സംഭവിച്ചിരിക്കുന്നു. വിവരങ്ങളാണ് കാളിദാസ് നൽകിയത്.